ചെക്കന്മാരെന്താ ചെക്കന്മാരെങ്കിലും സനത് കൊണ്ടെടുക്കുകയുള്ളൂ. ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി നൗഷാദിക്ക് എടുത്തു വരുമ്പോൾ നൗഷാദിനെ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, നിങ്ങൾ വെല്ലൂരിലെ സനതുണ്ടോ? വെല്ലൂരിന്റെ സനത് നിങ്ങളുടെ കയ്യിലുണ്ടോ? പണ്ടെങ്കിൽ പറയും, പണ്ടെങ്കിൽ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലൂരിലെ സനത് എന്താ കുട്ടി കൊണ്ടെടുത്ത് കേൾപ്പിക്കാൻ ക്ഷമിക്കണം. നമ്മൾ അറിയുന്ന ആളുകൾ ഉണ്ട്, സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കുറെ ആളുകൾ ഇങ്ങനെ റൈസ് ഹാൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് താഴാക്കിയത്. ഇനി SKSF ചാലിയം. അസ്സലാമു അലൈക്കും സഹോദര, ഇങ്ങോട്ടല്ലേ പറഞ്ഞു മൈക്ക് ചാടരുത്, മൈക്ക് ചാടരുത്. SKSF ചാലി അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് അടിക്ക്. SKSF ചാലിയം ഇല്ല, ഉണ്ട്. ഷംസു ദുബായ് മൈക്ക് വേണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഷംസു ദുബായ് ഉണ്ടാ? അധ്യാപം ഇല്ലാവുണ്ട്. അപ്പൊ അടുത്ത ആൾ പറ്റ അബ്ദുള്ള ഫൈസി. അബ്ദുള്ള ഫൈസി എന്ന ഐഡി ആണല്ലോ. ഇല്ലെങ്കിൽ ഡോട്ടിട്ട് തയ്യാറാക്കാം. ഡോട്ടൊന്നുമില്ല, ഒന്ന് ഓക്കെ. ഇനി ഷറഫിയ മൈക്കിലേക്ക് വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാസർ MP ഒന്ന് കേൾക്കുന്നുണ്ടായിരുന്നില്ല, മൈക്ക് ചാടുകയും ചെയ്യരുത്. ഷറഫിയ മൈക്കിലേക്ക് വന്നോളൂ. ഷറഫിയ അവിടെ ഉണ്ടോ? ഷറഫിയ മൈക്കിലേക്ക് വരിക. എന്തിനാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആകെ നോക്കിയേ, കൈപൊക്കി നിൽക്കുന്ന വളരെ കുറച്ച് ആളുകളല്ലേ ബാക്കിയുള്ളൂ. ഒരു കുറച്ചൊരു ക്ഷമ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, കുറച്ചൊരു ക്ഷമ പാലിക്കൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഉത്തരം പറയും. എന്തിനാ ഇങ്ങനെ ആക്രാന്തം കാണിക്കുന്നത്? ഏതായാലും മൈക്ക് റിലീസ് ചെയ്യുന്നു. ഷർഫിയ മൈക്കിലേക്ക് വരിക. ഷർഫിയ ഇല്ലാന്ന് തോന്നുന്നു. ഏതായാലും ആപ്പിൾ ജ്യൂസ് അവിടെ ഉണ്ടോ? പഠിച്ചത് നല്ല ഐഡിയ ആണല്ലോ. മാഷാ അല്ലാഹ്. ആപ്പിൾ ജ്യൂസ് മൈക്കിലേക്ക് വരിക. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് അടിക്കണേ. ഞാൻ നിങ്ങളെ റൂമിൽ വന്നപ്പോൾ ഒരുപാട് അഭിഷേകങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ പറഞ്ഞു, ഇതിനു മുമ്പുള്ള ഒരാൾ പ്രസംഗിച്ചപ്പോൾ അയാൾ സംശയമുള്ളവർക്ക് ഇവിടെ കൈ റൈസ് ഹാൻഡ് ചെയ്യാന്നുള്ള അയാൾ വിചാരിച്ചത് പ്രസംഗിക്കാനുള്ള വേദിയാണ്. അയാൾ പ്രസംഗിച്ച് പറയുണ്ടായി, പിന്നെ ഈ വിവാദമുടി അതിൽ എന്ത് ചെയ്യണം, അതിൽ കാന്തപുരം മാപ്പ് പറയണം, അല്ലെങ്കിൽ പിരിവ് നടത്തുന്ന പിരിവ് നിർത്തിവെക്കണം എന്നൊക്കെ. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചതാണ്. ഇതിൽ ഈ SKSF-ന്റെ പ്രവർത്തകർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ നിഷ്പക്ഷമതിയായി എന്നവർക്ക് ചോദിക്കുകയാണ്. എനിക്ക് എൻ്റെ ഇതിനെല്ലാം, ഈ സംശയത്തിനെല്ലാം കാരണം തന്നെ ഈ നിങ്ങൾ എല്ലാവരും പറയുന്ന AP ഉസ്താദ് പൈസ പിരിക്കണ്, പള്ളിക്ക് വേണ്ടി പൈസ പിരിക്കണ്, വ്യാജമുടിക്ക് വേണ്ടി പള്ളി പൈസ പിരിക്കണ്, വെള്ളം ഊറ്റി പൈസ പിരിക്കണ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതെല്ലാം ഇതിന് വേണ്ടവർ സഹകരിച്ചാൽ മതി, സഹകരിക്കാത്തവർ സഹകരിക്കണ്ട. നിങ്ങൾ ഇത് ബാക്കിയുള്ളവർ എന്തിനാ അതിനെതിരെ തിരികെയോ അല്ലെങ്കിൽ അത് നിങ്ങളാരുടെയും കയ്യിൽ നിന്ന് ശക്തമായ ബലം പ്രയോഗിച്ച് ആരും വന്നില്ലല്ലോ, വാങ്ങിയിട്ടില്ലല്ലോ പൈസ ഒന്നും. പിന്നെ ഉള്ളത് പിന്നെ ഷെയർ മുബാറക്ക് ഇത് ആണോന്നോ അല്ലാന്നോ എന്നുള്ളതൊക്കെ അദ്ദേഹം തന്നെ വ്യക്തമാക്കി. നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഉപദേശങ്ങൾ ഞങ്ങൾ എടുക്കുന്നില്ല. ഞങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങളെ ഉസ്താദുമാരും ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള വളരെയധികം മഹാന്മാർ ഞങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങളെ ഉപദേശം ഞങ്ങൾ എടുക്കുന്നില്ല. അവഹേളിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല. സഹോദരൻ സത്യം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ സംശയങ്ങൾ ചോദിക്കുക. ബാക്കി നൂർഫൈസ് ഉസ്താദൊക്കെ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടാവൂലല്ലേ? ഓക്കെ. മനപ്പെട്ട അദ്ദേഹത്തിന്റെ ആണ് അങ്ങനെ ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ അത് കൊടുക്കണ്ട, വിശ്വാസമുള്ള പൈസ കൊടുത്തു വെള്ളവട്ടെ അദ്ദേഹം ഇന്ന് മറുപടി നമുക്ക് പറഞ്ഞു. പിന്നെ ഈ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ ഉണ്ടാക്കിയത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉദ്ദേശമാരൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും.
ഘടന സംസാരിച്ചിട്ടുണ്ട്. ബോധ്യപ്പെട്ടാൽ അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. ഇതുകൊണ്ട് സമസ്തക്ക് ഉണ്ടായ നഷ്ടം ചെറുതെന്നല്ല, വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് സമസ്തക്ക്. സമസ്തയുടെ ആളുകൾ ആരെങ്കിലും ഒരു ഹക്ക് പറയുന്നത് മൂലം സമസ്തയെന്ന് പോവുമോ ഇല്ലേ, അത് സമസ്ത നോക്കാറില്ല. സമസ്തയിലേക്ക് കുറെ ആളുകളെ കിട്ടാൻ വേണ്ടി സത്യമല്ല പോ എന്നിട്ടുകൊണ്ട് സത്യം പറയാതിരിക്കുകയും ചെയ്തിട്ടില്ല. ഉദാഹരണം നൂരിഷാ തരീഖത്ത്. ഒരു കേരളത്തിലെ ഒരുപാട് ആളുകൾ, ഉന്നതരായ പല വ്യക്തികളും നൂരിഷാ തരീഖത്തുകാരായിരുന്നു. പക്ഷെ നൂരിഷാ തരീഖത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സമസ്തകാല ജമിയത്തുൽ ഉലമ ഒരു പഠനം നടത്തിയപ്പോൾ അത് ബാത്തിലായ തരീഖത്താണെന്ന് സമസ്തക്ക് ബോധ്യപ്പെട്ടു. സമസ്തക്ക് അറിയാം, അത് സമസ്ത പറയുകയാണെങ്കിൽ കുറെ ആളുകൾക്കും സമസ്തക്ക് നഷ്ടമെന്നൊക്കെ സമസ്തക്ക് അറിയാം. എന്നിട്ടും സമസ്ത സത്യം പറഞ്ഞു. സമസ്തയിൽ നിന്ന് കുറെ ആളുകൾ പോവുകയും അവരൊക്കെ സമസ്തയോട് ശത്രുത വെച്ച് പുലർത്തുകയും ചെയ്തു. കുറെ കേരളത്തിൽ നല്ലൊരു വിഭാഗം ആളുകൾക്ക് അതിനോട് നല്ല മതിപ്പും മറ്റൊക്കെ ഉള്ളൊരു സമയത്താണ് സമസ്തകാല ജമിയത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്ത് അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് എതിരാണെന്ന് പ്രഖ്യാപിക്കുന്നത്. കാരണം സമസ്ത തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ശരിയായൊരു പഠനം നടത്തിയപ്പോൾ അത് ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ടു, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് എതിരാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ സമസ്ത അത് പറഞ്ഞു. അത് കാരണം സമസ്തക്ക് കുറെ ശത്രുക്കൾ ഉണ്ടായി. സമസ്തയിൽ നിന്ന് കുറെ അധികം ആളുകൾ, വലിയ വലിയ പണ്ഡിതന്മാരടക്കം സമസ്തയിൽ നിന്ന് ഒഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ആലുവ തരീഖത്തിനെ കുറിച്ച് സമസ്ത പഠിച്ചപ്പോൾ അത് ബാത്തിലാണെന്ന് മനസ്സിലായി. ആ കാര്യം സമസ്ത വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് സമസ്തയെ സ്നേഹിച്ചിരുന്ന ആലുവ തരീഖത്തുകാരായ പല ആളുകളും സമസ്തയുടെ എതിരാളികളായി. അപ്പോ അവിടെയൊക്കെ സമസ്തക്ക് നോക്കായിരുന്നില്ല, തരീഖത്ത് നമ്മൾ കൂടണ്ട, വേണമെങ്കിൽ തരീഖത്തിൽ കൂടുന്ന ആളുകൾക്ക് കൂടിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ മുജാഹിദ് ആകുന്ന ആളുകൾക്ക് ആയിക്കോട്ടെ, ജമാഅത്തുകാരാകുന്ന അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റൂല്ലോ. ഒരു ഹക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളെ അറിയിക്കുക, അതിനുവേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിക്കണത് തന്നെ. സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം തന്നെ അതാണ്. അപ്പോ ഈ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഈ റസൂലുള്ളാഹിന്റെ മുടി അല്ലാത്തൊരു മുടി റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യുന്നു. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ അതിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. ആ ദൗത്യം നിർവഹിക്കുകയാണ് സമസ്തകാല ജമിയത്തുൽ ഉലമ. പിന്നെ അദ്ദേഹം പറഞ്ഞ ആപ്പിൾ ജ്യൂസ് പറഞ്ഞ് ആ വ്യക്തിയുടെ അടുക്കൽ ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്ത് തെളിവില്? അദ്ദേഹത്തിന് അടുക്കൽ സനദില്ല. പിന്നെ സനദില്ലെങ്കിൽ പിന്നെ വേറെ മാർഗമാണ് മുതവാത്തിരായിട്ട് സ്ഥിരപ്പെടുക എന്നുള്ളത്. അങ്ങനെയില്ല. മറ്റൊരു മാർഗമാണ് നിഴലില്ലാതിരിക്കുക, അങ്ങനെയില്ല. ഇപ്പൊ നിഴല് പരിശോധിക്കലൊക്കെ ജൂതന്മാരെ അടയാളാണ് എന്തൊക്കെ പറഞ്ഞപ്പോ ലേഖനൊക്കെ അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോ. അതുപോലെ തന്നെ കത്തിച്ചു നോക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്, ഈ കത്തുകയില്ല, അത് പരിശോധിക്കാൻ തയ്യാറല്ല. പിന്നെ ഏത് രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് ബോധ്യപ്പെട്ടത്? അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടില്ല, ആർക്കും ബോധ്യപ്പെട്ടില്ല. ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് വെറുതെ പറയുകയാണ്. അത് മനുഷ്യരെ ചൂഷണം ചെയ്യാൻ വേണ്ടി പറയുകയാണ്. സഹോദരന് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി അടുത്ത ആള് എം തൃപ്പനച്ച് മൈക്ക് അടണ്ട. എം തൃപ്പനച്ച് അവിടെ ആരും ഇല്ലാത്ത ആളുകൾ റൈസ് ഹാൻഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. എം തൃപ്പനച്ച് അവിടെ ഉണ്ട്. പിന്നെ അതിന്റെ ശേഷം സാജിദ് ഉണ്ട് അവിടെ. സാജിദ് ABC ഉണ്ടാ? അദ്ദേഹം ഉണ്ട്. മുന്നാമോൻ അവിടെ ഉണ്ടാ? മുന്ന അടണ്ട ഇല്ല, മുന്നക്ക് ഡോട്ടിട്ട് താഴെ ഇറക്കി. പിന്നെ ദിൽവാല താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ അതുവരെയൊക്കെയുള്ള ആളുകൾക്ക് ഇപ്പൊ 3 ആളുണ്ടല്ലോ, അവര് മെമ്പർപഞ്ച് മൈക്ക് എടുക്കുക ഇൻഷാ അല്ലാഹ്. ഒരു മിനിറ്റ് ഞാൻ ചാടിയതല്ല, നേരത്തെ ഞാനത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു. അതായത് ഉസ്താദ് പറഞ്ഞു നമുക്ക് നിങ്ങൾ ഈ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണമെന്നേ. അപ്പൊ എന്റെ ഒരു ഡൗട്ട് ഇവിടെ SKSF എന്ന പ്രസ്ഥാനം അംഗീകരിക്കുന്ന ലോകത്തിലെ എവിടെയെങ്കിലും ഷാരെ മുബാറക്ക് ഉണ്ടോ? അതിന്റെ സനതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഒരു വിനീതമായ ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദര, നമ്മളിത് ഒരു വിവാദം ആയ ഒരു വിഷയത്തിനാണ് നമ്മൾ ലക്ഷ്യം ചോദിക്കാനുള്ളത്. ലോകത്ത് ഏതെങ്കിലും ഒരു മുടിയെ കുറിച്ച് വിവാദമുണ്ട് എന്ന് ഔദ്യോഗികമായി പറയുക. ഉദാഹരണം പറയാണ്, വെല്ലൂർ ലത്തീഫിയ കോളേജ്
ആ കോളേജിലെ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അല്ല എന്ന് കാന്തപുരം പക്ഷം ഔദ്യോഗികമായി ഒന്ന് പ്രഖ്യാപിക്കട്ടെ. എന്നാൽ ഉടൻ നമ്മൾ സനത് വായിക്കും. ഇവിടെ ഉടൻ വായിക്കും. വെല്ലൂർ ലത്തീഫിയ കോളേജിലെ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അല്ല എന്ന്, അത് റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്ന് പറയുന്നത് വ്യാജമാണ് എന്ന് ഔദ്യോഗികമായി അവർ എപ്പോൾ പ്രഖ്യാപിക്കുന്നുവോ ഉടൻ അതിന്റെ സനത് വായിച്ചുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ നമ്മൾ ഇവിടെ വെളിപ്പെടുത്തുന്നതാണ്. അത് നമ്മുടെ നേതാക്കൾ പല പ്രാവശ്യം പറഞ്ഞതുമാണ്. അടുത്ത് എം തുപ്പനച്ചി മൈക്കെടുക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയ സുഹൃത്തുക്കളെ, ആപ്പിൾ ജ്യൂസിനെ പോലെയുള്ളവര് ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കും ചില ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട്. കോട്ടക്കൽ AP ഉസ്താദ് വായിച്ചത് ജാലിയവാല കൊടുത്ത സനത് തന്നെയാണോ അവിടെ വായിച്ചത് എന്ന് പറയണം. അതുപോലെ തന്നെ ഖസ്റജിക്ക് മുടി കൊടുത്തത് ആരാണെന്ന് കൂടി പറഞ്ഞു തരേണ്ടതുണ്ട്. മലബാർ മഹോത്സവത്തിന് 50,000 രൂപ മർക്കസിന് വക കൊടുക്കുകയുണ്ടായി. അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ ഈ വരാൻ പോകുന്ന ഒരു ചാനലിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമുള്ളത് എന്നാണ് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ ലീഗുമായി ഇപ്പോൾ സഹകരിക്കാൻ ലീഗ് ഭരണഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? പണ്ട് മുനീർ ഒരു യാത്ര നടത്തിയിരുന്നെന്ന് നാരങ്ങ നീര് കൊടുത്തതിനെ കളിയാക്കിയിരുന്നവർ മർക്കസിൽ കൊണ്ടുപോയി ലീഗിന്റെ നേതാക്കൾക്ക് പള്ള നിറച്ച് ബിരിയാണി കൊടുത്തു. അതിനെ നിങ്ങൾ സൽക്കരിച്ചു വിട്ടില്ലേ? അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ലീഗ് ഇപ്പോൾ എന്താണ് മാറ്റം വരുത്തിയിട്ടുള്ളത്? അതല്ല, ഇത് വൈകി ഉദിച്ച വിവേകമാണോ നിങ്ങളുടെ? അതുപോലെ തന്നെ താഹിർ സക്കാഫി APയെ ഇരുത്തിക്കൊണ്ട് ഒരു മുടി താടിയിൽ നിന്നും മറ്റൊന്ന് കയ്യിൽ നിന്നും മറ്റൊന്ന് തലയിൽ നിന്നുമാണെന്ന് പറയുകയുണ്ടായി. അത് തിരുത്തി പറഞ്ഞു കൊടുക്കാത്തത് എന്തുകൊണ്ടായിരുന്നു AP ഉസ്താദ് ആ സ്റ്റേജിൽ വെച്ച് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എം തൃപ്പഞ്ചി ഉസ്താദിനോട് ഒരു മറുപടി. ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ആപ്പിൾ ജ്യൂസ് നമ്മുടെ നല്ലൊരു കുട്ടിയാണ്. എനിക്ക് മനസ്സിലാണ് ആപ്പിൾ ജ്യൂസിനെ കുറിച്ച് നല്ലൊരു, ആ പേരിന്റെ അതുപോലെ തന്നെ ഒരു മധുരം ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്കൊക്കെ ഹക്ക് തുടരാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുകയും ആ ഹക്കിൽ അടിയുറച്ച് നിൽക്കാനുള്ള സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരികയും ചെയ്യുമാറാവട്ടെ. പിന്നെ നമ്മൾ ഈ ഒരേങ്ങളെ അത് ജ്യൂസിന്റെ ഇവിടെ അതൊന്നും അല്ല വിഷയമല്ല, വലിയ വിഷയം. ഒരു ഐഡിയ അല്ല, ഐഡിയ ഉണ്ടാക്കുമ്പോൾ വല്ലതും പറയണം. ഏതായാലും ശരി, ഈ മറുപടി ഇപ്പോ എം തൃപ്പനച്ചി ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് വരുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അതിനെ കുറിച്ച് പറയാണ്ടെങ്കിൽ പറയാന്നല്ലാതെ ഈ കുട്ടികളെ പിന്നെ മൈക്ക് ഉത്തരം പറയാൻ വേണ്ടി ആദ്യം മൈക്ക് എടുക്കരുത്. അഡ്മിന്മാരായ ആളുകൾക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ വേണ്ടി പിന്നെ അല്ലാതെ പിന്നെ മറ്റുള്ളവർക്ക് മറുപടി പറയാം. ഇപ്പൊ ആപ്പിൾ ജ്യൂസിനൊക്കെ മറുപടി പറയാം, കൂടി പറയാണ്, തെറ്റിദ്ധരിക്കരുത് എന്ന് അറിയിക്കാണ്. ഇനി അടുത്ത് സാജിദ് ABC മൈക്ക് എടുക്കുക. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാനൊരു SKS പ്രവർത്തനാണ്, സാജിദ് രാമന്തളിയാണ്. ഞാൻ മിനിയാന്ന് ഒരു ശനിയാഴ്ച രാത്രി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നബിയുടെ വഫാത്തിന് ശേഷം നബിയുടെ മുടി എവിടെയെങ്കിലും വളർന്നിട്ടുണ്ടോ അല്ല അതിന്റെ തെളിവുണ്ടോന്ന്. ഇന്നലെ ഒരു APക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചില മുടികൾ വളരും, ചില മുടികൾ വളരില്ല. ആ വളരുന്ന മുടിയാണ് പിന്നെ ഹദ്രജിന്റെ അടുത്തും AP ഉസ്താദിന്റെ അടുത്തും ഉള്ളത്. വളരാത്തതാണ് ഈക്കക്കാർക്ക് കിട്ടുന്നതെന്ന്. അതിന്റെ പോരെന്താണ്? പിന്നെ എനിക്ക് വേറൊരു വധഭീഷണി, ഇനി ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഇനി നമ്മ കാണേണ്ട രീതി കണ്ടോളുന്നു. APക്കാരെ മക്കളെ, രാമന്തളി തന്നെ APയിലെ നേതാക്കള് ഒരാൾ കേസില്ലാത്ത ഒരാളുണ്ടോ? മർക്കസ് പണയം വെച്ച് 5 കോടിയെ ഇന്ന് ഞാന് കട രാജിവെച്ചിട്ട് വന്നിങ്ങൾക്ക്